നമസ്കാരം. വിനോദ കേരളം സഞ്ചാര കേരളം പരിപാടിയിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ മേൽനോട്ടത്തിൽ മികച്ച തദ്ദേശീയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന വൈവിധ്യങ്ങളായ പ്രകൃതി രമണീയ പ്രദേശങ്ങളും സംസ്കാരങ്ങളും ചരിത്ര താളുകളും തേടിയുള്ള യാത്ര നമുക്ക് തുടരാം. എൻ്റെ ഈ യാത്രയിൽ ഞാൻ നിങ്ങളെയും കൂടെ കൊണ്ടുപോവുകയാണ്. ഇതിലൂടെ നിങ്ങൾക്കും കേരളത്തിലെത്തിയാൽ എവിടെയൊക്കെ ചെന്നെത്താം എന്നതിൻ്റെ ഒരു ലഘുവിവരണം നൽകാം. നമുക്ക് ഒരുമിച്ച് ഈ യാത്ര തുടരാം. കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനം നമ്മൾ കുമ്പളങ്ങിയുടെ ദൃശ്യഭംഗി ആസ്വദിച്ചാണ് നിന്നത്. ഇന്നത്തെ പുത്തൻ പുതിയ എപ്പിസോഡിൽ നമ്മൾ നിൽക്കുന്നത് മട്ടാഞ്ചേരിയിലെ ജൂതത്തെരുവിലാണ്. ചരിത്രത്തിൻ്റെ അവശേഷിപ്പുകളും പൗരാണിക സംസ്കാരങ്ങളും നമുക്ക് ഇവിടെ കാണാം. കേരളത്തിലെ കുഞ്ഞ് ഇസ്രായേൽ എന്ന് വേണമെങ്കിൽ നമുക്ക് ജൂതത്തെരുവിനെ പറയാം. ആ ജൂതത്തെരുവ് നമുക്കൊന്ന് കണ്ടാൽ തദ്ദേശി സിനഗോഗിനും ഇടയിലുള്ള ഇടുങ്ങിയ തെരുവാണ് ജൂതപ്പട്ടണം. രണ്ട് വശങ്ങളിൽ ഉടനീളം പുരാതന കടകൾക്ക് പേരുകേട്ടതാണ് ഇവിടം. തെരുവിൽ നിരന്നിരിക്കുന്ന കൊളോണിയൽ കെട്ടിടങ്ങൾ അതിൻ്റെ പഴയകാല മനോഹാരിത വർദ്ധിപ്പിക്കുന്നു. 1524 കൊച്ചി രാജാവ് കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള ജൂതന്മാർക്ക് അഭയം നൽകി. അദ്ദേഹം തൻ്റെ കൊട്ടാരത്തിനടുത്തുള്ള മട്ടാഞ്ചേരിയിൽ അവർക്ക് സ്ഥലം അനുവദിച്ചു. ഈ പ്രദേശം പിന്നീട് ജൂതപ്പട്ടണമായി മാറി. ജൂതത്തെരുവെന്നും നമ്മൾ പറയാറുണ്ട്. ജൂതപ്പട്ടണത്തിലൂടെ നടന്നാൽ നിങ്ങൾക്ക് പുരാതനമായ ഒരു അനുഭവമായിരിക്കും ഉണ്ടാകുക. തെരുവിലെ കൗതുക വസ്തുക്കളും പുരാവസ്തുക്കളും അവയുടെ വൈവിധ്യവും അപൂർവതയും കൊണ്ട് സന്ദർശകരെ ആകർഷിക്കാൻ പ്രാപ്തമാണ്. 20-ാം നൂറ്റാണ്ടിൽ ഇസ്രായേലിലേക്ക് വൻതോതിലുള്ള ജൂതന്മാരുടെ കുടിയേറ്റം നടന്നു. അതിൻ്റെ ഫലമായി ജൂതപ്പട്ടണത്തിലെ നിരവധി വാസസ്ഥലങ്ങൾ ആളൊഴിഞ്ഞുപോയി. കൊത്തിയെടുത്ത തടി ഫർണിച്ചറുകൾ, പാത്രങ്ങൾ, ഈ വാസസ്ഥലങ്ങളിൽ നിന്നുള്ള കൗതുക വസ്തുക്കൾ എന്നിവ ശേഖരിച്ച് ജൂതപ്പട്ടണത്തിലെ കടകളിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചു. ക്രമേണ അത്തരം വസ്തുക്കളുടെ ആവശ്യം വർദ്ധിച്ചു, പ്രത്യേകിച്ച് വിനോദസഞ്ചാരികൾക്കിടയിൽ. തൽഫലമായി ഇന്ത്യൻ, യൂറോപ്യൻ, ചൈനീസ്, അറബ് വംശജരായ വസ്തുക്കൾ വിൽക്കുന്ന നിരവധി പുരാതന കടകൾ ഉയർന്നു വന്നു. ഈ വളർച്ചയ്ക്കൊപ്പം വംശീയ ഉൽപ്പന്നങ്ങളുടെ നിരവധി കരകൗശല വസ്ത്ര കടകളുടെ ആവിർഭാവവും ഉണ്ടായി. ജൂതപ്പട്ടണത്തിലെ പുരാതന കടകളിൽ പുരാതനമെന്ന് വിശേഷിപ്പിക്കാവുന്നതും വിനോദസഞ്ചാരികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നതുമായ എന്തും സൂക്ഷിക്കുന്നു. ആഭരണങ്ങൾ, പാത്രങ്ങൾ, മരത്തൂണുകൾ, കൗതുക വസ്തുക്കൾ, മരത്തിൻ്റെയും ലോഹത്തിൻ്റെയും പ്രതിമകൾ, കൊത്തിയെടുത്ത മര ഫർണിച്ചറുകൾ, മര ആനകൾ, കണ്ണാടികൾ, ചുമർത്തൂക്കലുകൾ, പെയിൻറ്റിങ്ങുകൾ തുടങ്ങിയ കരകൗശല വസ്തുക്കൾ നിങ്ങൾ എന്ത് പറഞ്ഞാലും അവിടെയുണ്ട്. വിളക്കുകൾ, ചൈനീസ് പാത്രങ്ങൾ, വാതിൽ ഫ്രെയിമുകൾ, വിൻറ്റേജ് ഫോട്ടോഗ്രാഫുകൾ, ഒരു കാലത്ത് പള്ളികളുടെയോ പ്രഭുക്കന്മാരുടെയോ വീടുകളുടെയോ ഭാഗമായിരുന്ന ഗ്ലാസ് പോർസലൈൻ പാത്രങ്ങൾ എന്നിവയും ഇവിടെയുണ്ട്. ഈ പുരാവസ്തുക്കൾ കൂടാതെ തെരുവിലെ മറ്റ് പല കടകളിലും ശില്പങ്ങൾ, കൈകൊണ്ട് നിർമ്മിച്ച കളിപ്പാട്ടങ്ങൾ, എംബ്രോയിഡറി വസ്ത്രങ്ങൾ, ചാൻലിയറുകൾ എന്നിവയും കാണാം. ഏകദേശം 3 മീറ്റർ വ്യാസമുള്ള ഒരു വലിയ വാർപ്പ് എന്നുവെച്ചാൽ ഇരുവശത്തും കൈപ്പിടികളുള്ള വെങ്കല പാത്രങ്ങൾ ജൂതപ്പട്ടണത്തിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. ഇനി നമുക്കിവിടത്തെ പ്രശസ്തമായ പർദേശി സിനഗോഗിനെ കുറിച്ച് കൂടി അറിയാം. ജൂതപ്പട്ടണത്തിന്റെ ഒരു കോണിലുള്ള പർദേശി സിനഗോഗ് 100-ലധികം വർഷങ്ങൾ പഴക്കമുള്ളതാണ്. കൂടാതെ നിരവധി അപൂർവ പുരാവസ്തുക്കൾ സൂക്ഷിക്കുകയും ചെയ്യുന്നു. നിരവധി സന്ദർശകരെ ആകർഷിക്കുന്ന ഈ സിനഗോഗ് മട്ടാഞ്ചേരിയുടെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു. ജൂത സിനഗോഗ് 1568 കേരളവുമായുള്ള ജൂതബന്ധം ആരംഭിച്ച് ഏകദേശം 1500 വർഷങ്ങൾക്ക് ശേഷം നിർമ്മിച്ചതാണ്. കൊച്ചി രാജാവ് നൽകിയ മട്ടാഞ്ചേരി കൊട്ടാരത്തോട് ചേർന്നുള്ള സ്ഥലത്താണ് ഇത് നിർമ്മിച്ചത്. കോമൺവെൽത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സിനഗോഗ് കൊച്ചിയിലെ ജൂത സമൂഹമാണ് നിർമ്മിച്ചത്. 1662 ഇത് പോർച്ചുഗീസുകാർ നശിപ്പിക്കുകയും പിന്നീട് 2 വർഷത്തിന് ശേഷം ഡച്ചുകാർ പുനർനിർമ്മിക്കുകയും ചെയ്തു. പരദേശി എന്ന വാക്കിന്റെ അർത്ഥം പല ഇന്ത്യൻ ഭാഷകളിലും വിദേശി എന്നാണ്. ഇത് വെളുത്ത ജൂതന്മാരെയാണ് സൂചിപ്പിക്കുന്നത്.
കൊടുങ്ങല്ലൂർ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ജൂതന്മാരുടെ മിശ്രിതം. സിനഗോഗിലേക്ക് പ്രവേശിച്ചാൽ സ്ഥലത്തിന്റെ മഹത്വം വർദ്ധിപ്പിക്കുന്ന അപൂർവ പുരാതന വസ്തുക്കളുടെ പ്രദർശനത്തോടെ വലിയ പ്രധാന ഹാൾ നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നു. തുറന്നിട്ട വലിയ ജനാലകളിലൂടെ വീഴുന്ന വെളിച്ചം നിലവിളക്കുകളുടെയും വിളക്കുകളുടെയും കാഴ്ച കൂടുതൽ മനോഹരമാക്കുന്നു. സീലിംഗിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന ഗ്ലാസ് നിലവറകൾ 19-ാം നൂറ്റാണ്ടിലേതാണ്. ബെൽജിയത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ്. സിനഗോഗിന്റെ തറ തന്നെ ഒരു പ്രദർശന വസ്തുവാണ്. കൈകൊണ്ട് വരച്ച നീലവില്ലോ പാറ്റേൺ ചെയ്ത ടൈലുകൾ പാകിയിരിക്കുന്നു. ഈ സെറാമിക് ടൈലുകൾ 18-ാം നൂറ്റാണ്ടിൽ ചൈനയിലെ കാന്റണിൽ നിന്ന് പ്രശസ്ത ജൂത ബിസിനസ്സുകാരനായ എസേക്കിൽ റഹാബിക് കൊണ്ടുവന്നതാണ്. ഓരോ ടൈലും അതിൻ്റെ രൂപകൽപ്പനയിൽ പരസ്പരം വ്യത്യസ്തമാണ്. മാത്രമല്ല, സന്ദർശകരുടെ പ്രശംസ പിടിച്ചുപറ്റുന്നതിൽ അത് ഒരിക്കലും പരാജയപ്പെടുന്നില്ല. മനോഹരമായ തൂണുകൾ ഉൾപ്പെടെ എല്ലാ സവിശേഷതകളിലും സിനഗോഗിന്റെ അത്ഭുതകരമായ നിർമ്മാണം വെളിപ്പെടുന്നു. മുറിയുടെ മധ്യഭാഗത്ത് പിച്ചള റെയിലുകളുള്ള ഒരു പ്രസംഗപീഠം നിർമ്മിച്ചിരിക്കുന്നു. സ്ത്രീകൾക്കായി ഒരു പ്രത്യേക ഗാലറി, കൊത്തിയെടുത്ത തേക്ക് പെട്ടകം മുതലായവ സിനഗോഗിൽ കാണാം. തേക്ക് പെട്ടകത്തിൽ തോറയുടെ 4 ചുരുടുകൾ, അതായത് പഴയ നിയമത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളുണ്ട്. അവ വെള്ളിയിലും സ്വർണത്തിലും പൊതിഞ്ഞിരിക്കുന്നു. കൊച്ചിയിലെയും തിരുവിതാംകൂറിലെയും രാജാക്കന്മാർ ജൂത സമൂഹത്തിന് സമ്മാനിച്ച 2 സ്വർണ്ണ കിരീടങ്ങളും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. കൊച്ചിയിലെ ജൂതന്മാരുടെ എണ്ണം കുറയുന്നതിനാൽ ഒരു മിനിയൻ പൂർത്തിയാക്കാൻ പ്രയാസമാണ്. ഒരു സിനഗോഗ് നിലനിർത്താൻ ആവശ്യമായ പുരുഷന്മാരുടെ എണ്ണം 10 പുരുഷ അംഗങ്ങളുടെ ക്വാറം തികയുമ്പോൾ മാത്രമേ സേവനം നടത്തൂ. വെള്ളിയാഴ്ച, ശനിയാഴ്ച, ജൂത അവധി ദിവസങ്ങൾ ഒഴികെ എല്ലാ ദിവസവും സിനഗോഗ് തുറന്നിരിക്കും. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും ഉച്ചകഴിഞ്ഞ് 3 മുതൽ വൈകുന്നേരം 5 മണി വരെയുമാണ് ഇവിടെ പ്രവേശനം. കഴിഞ്ഞിട്ടില്ല ജൂതത്തെരുവിൻ്റെ കാഴ്ചകൾ. നമുക്ക് ഇന്നിവിടെ അങ്ങ് കൂടാം. ഇന്നത്തെ വിനോദ കേരളം, സഞ്ചാര കേരളം എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തൊരു എപ്പിസോഡിലൂടെ നമുക്ക് ജൂതത്തെരുവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. നന്ദി, നമസ്കാരം.